വർണ്ണശബളമായ പൂരക്കാഴ്ചകൾക്കൊടുവിൽ വിവാദങ്ങളുടെ വെടിക്കെട്ടാണ് തൃശൂരിൽ. പൂരത്തിൽ രാഷ്ട്രീയമില്ലെന്ന സ്ഥാനാർത്ഥികൾ പൂരദിനത്തിൽ പലകുറി ആവർത്തിച്ചെങ്കിലും വെടിക്കെട്ട് വിവാദം തിരഞ്ഞെടുപ്പ് ചർച്ചയായി മാറി. പൂരം അലങ്കോലമാക്കിയത് BJPക്ക് വേണ്ടിയുള്ള ഡീലെന്ന കെ മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റുള്ള സംസ്ഥാനത്ത് പോലീസ് ഇങ്ങനെ അഴിഞ്ഞാടുക. ഇന്ന് രാത്രി 11 മണി മുതൽ കാലത്ത് 3 മണി വരെ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടായി. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള ചില ഹിഡൻ അജണ്ടകളുണ്ട്. വിഷയം ആളിക്കത്തുമ്പോഴും രാഷ്ട്രീയമാക്കാനില്ല എന്ന സുരേഷ് ഗോപിയുടെ ഒഴിഞ്ഞുമാറിയുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്. പ്രശ്നങ്ങളുണ്ടാക്കി നേട്ടങ്ങൾ കൊയ്യാൻ ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുകയാണെന്ന ഒളിയമ്പും. ഞങ്ങൾ അങ്ങനെ സംശയിക്കുന്നുണ്ട് ഇവരങ്ങനെ ചെയ്തോന്ന്. രണ്ടുപേരും ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ തന്നെ ഇത് സോൾവ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതികരിക്കുമ്പോഴും അല്പം കടന്നുപോയി എന്ന് സമ്മതിക്കുകയാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ നോക്കുന്നത് അത് ദുഷ്ടലാക്കോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. പോലീസാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. മീഡിയ പ്രവർത്തകരടക്കമുള്ള ആൾക്കാർ അതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് പരിശോധിക്കണം. വിശ്വാസം സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും പോലീസിനെ പൂർണ്ണമായി തള്ളാൻ തയ്യാറായിട്ടില്ല MV ഗോവിന്ദൻ. പോലീസ് സംഘർഷം ഉണ്ടാക്കേണ്ടത് കാര്യമുള്ളത് ഒരു അമ്പലത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് സംഘർഷം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോലീസിന് ഒരു കാര്യമില്ല. ഈ ലാത്തി ചാർജിൽ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി അതിന് കാര്യകാരണ നിയമം ഉണ്ടാകും, അത് പിടിച്ചോളണം. പോലീസ് നടപടിയെ പൂർണ്ണമായി പ്രതിക്കൂട്ടിലാക്കുകയാണ് ദേവസ്വങ്ങൾ. എന്നോട് പറഞ്ഞു പോവുകയാണെങ്കിൽ പേര് പറഞ്ഞിട്ട് പോകണം, തിരിച്ചിങ്ങോട്ട് കയറണമെങ്കിൽ അറിയിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്, ആരായാലും ശരി അത് നമുക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാ പാസ്? കർശന നിയന്ത്രണങ്ങൾ പൂരപ്രേമികളുടെ വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ പൂരം അലങ്കോലമാക്കിയതാര്? രാഷ്ട്രീയ വിവാദം തൃശൂരിൽ കൊട്ടിക്കയറുകയാണ്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ഈ കൂട്ടപ്പൊരിച്ചിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. മൽഗോഡ് സി മോഹനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.